വയനാട് ദുരന്തത്തിന്റെ ആഘാതം കവിതകളിലൂടെ പങ്കുവയ്ക്കുകയാണ് മൂന്നാം ക്ലാസ്സുകാരികളായ മെഹ്സിനും മെഹറിനും. ദുരന്തഭൂമിയായ വെള്ളാർമലയിൽ സ്കൂളിൽ 3 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്ത പിതാവ് ഫൈസലിന്റെ അനുഭവങ്ങളും ഈ ഇരട്ട സഹോദരിമാരുടെ കവിതകളിൽ കാണാം. തകർത്തു പെയ്യുന്ന മഴയത്ത് മരങ്ങളെല്ലാം വീഴുന്നു, വീട്ടിൽ വെള്ളം കേറുന്നു, വീടുകൾ ഒഴുകിപ്പോകുന്നു, സ്ഥലങ്ങളെല്ലാം മുങ്ങുന്നു, ജനങ്ങളെല്ലാം ഭയപ്പാടോടെ വിറങ്ങലിച്ചു നിൽക്കുന്നു. മലകൾ നിറഞ്ഞൊരു സുന്ദര നാട് ദുരന്തത്തിൽ മുങ്ങുന്നു. നാട്ടുകൾ തെയ്യോട്ടുചിറ 55 മൈൽ സ്വദേശികളായ ഫൈസൽ റാഷിദ ദമ്പതികളുടെ മക്കളായ മെഹ്സിൻ മെഹറിൻ എന്നീ മൂന്നാം ക്ലാസ്സുകാരികളാണ് വയനാട് ദുരന്തത്തിന്റെ ആഘാതം കവിതകളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് ആളുകൾ അതിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോയല്ലോ, രക്ഷിക്കാനായി ഓടിക്കൂടി എല്ലാം മറന്നൊരു പറ്റം. പിടയും ജീവന് ചെളിയിൽ നിന്ന് വാരിയെടുത്തവർ ഓടുന്നു, തകർന്നടിഞ്ഞ സ്വപ്നങ്ങളും നെഞ്ചു പിളർന്ന വയനാടും കരളുരുകുന്നൊരു കേരളവും ദുരന്തത്തിൻ നേർക്കാഴ്ച. അധ്യാപകർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കവിത എഴുതാൻ പറയാറുണ്ടെന്നും ഇതാണ് പ്രോത്സാഹനമായതെന്നും മെഹ്സിനും മെഹറിനും പറയുന്നു. ഞങ്ങളെ നൗഫൽ സാറ് പറഞ്ഞിട്ടുള്ള ഒരു സാറുണ്ട്. ആ സാറിങ്ങനെ കവിത എഴുതാന് ഓരോ തരും, അപ്പൊ ഞങ്ങള് എഴുതുന്നതാണ്. ഇത് ഇതേപോലെ ഞങ്ങളുടെ സാറ് തന്നിട്ട് അപ്പൊ ഞങ്ങള് അത് എഴുതിയതാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങള് വാർത്ത വെക്കുമ്പോ അതില് കുറെ ഇങ്ങനെ വേർഡ്സ് ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇതൊക്കെ എഴുതുന്നതാണ്. അലനല്ലൂരിലെ ഗാലക്സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇവർ ഇരട്ട സഹോദരിമാരാണ്. മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഇവർ കവിതകൾ എഴുതാറുണ്ട്. വിവിധ മാഗസിനുകളിലും കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ക്യൂബിക്സ് കറക്റ്റ് ചെയ്ത റെക്കോർഡും ഈ മിടുക്കികൾ നേടിയിട്ടുണ്ട്. പിതാവ് ഫൈസൽ കാരാകുർശി GHSSൽ സയൻസ് അധ്യാപകനാണ്. ഇദ്ദേഹം ദുരന്തഭൂമിയായ വെള്ളാർമലയിലെ സ്കൂളിൽ 2016-2019 വരെ 3 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ഇതിന്റെ ഓർമ്മകളും ഫൈസൽ പങ്കുവച്ചു. ഞാൻ 2016 മുതൽ 19 കാലഘട്ടങ്ങളിൽ നമ്മുടെ വെള്ളാർമല സ്കൂളിൽ VHSലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അന്നത്തെ 3 വർഷക്കാലം ഞാൻ ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവിടുത്തെ നാട്ടുകാരായിട്ടും അവിടുത്തെ കുട്ടികളായിട്ടും വളരെ നല്ല അറ്റാച്ചഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിൽ പിന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ആ TV-യുടെ മുമ്പിൽ തന്നെ ആയിരുന്നു. ഒരുപാട് ആ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ കുട്ടികൾ ഞാനറിയാതെ അവർ എൻ്റെ പുറകിൽ തന്നെ വന്നിരുന്നിട്ട് ആ വാർത്തകൾ എന്നോടൊപ്പം അവരും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നൊമ്പരങ്ങളും അതിൻ്റെ വേദനകളും അവരും മനസ്സിലാക്കിയിട്ടാവണം അവർക്ക് ഏതായാലും അതിനെ സംബന്ധിച്ച് ഒരു കവിത എഴുതാനും അവരുടെ മാഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വാർത്തകളുടെ ക്യാപ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഇങ്ങനൊരു കവിത, വയനാടിൻ്റെ നൊമ്പരത്തെ അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊരു കവിത എഴുതുകയുണ്ടായി. എന്തായാലും വയനാടിൻ്റെ ആ ദുരന്ത സമയത്തും ഒരു ചെറിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് ഈ കുട്ടികളുടെ കവിതകളിലൂടെ വയനാടിൻ്റെ ഈ ഒരു ദുരന്തമുഖത്തെ തുറന്നു കാണിക്കാൻ അവരുടെ കവിതക്കായി എന്ന് പറയുന്നത് ചെറിയൊരു സന്തോഷം. CCN പെരിന്തൽമണ്ണ.